അവധിക്കാലം ആരംഭിച്ചതോടെ കുട്ടികളെല്ലാം തന്നെ അവധി ആഘോഷിക്കുന്നത് പല രീതിയിലാണ്. കളിയും ചിരിയുമായി പലരും അവധിക്കാലം ആനന്ദകരമാക്കുമ്പോൾ തൻ്റെ കൃഷിയിടത്തിൽ വ്യത്യസ്തമായ കൃഷിരീതി കൊണ്ട് ശ്രദ്ധേയയാകുകയാണ് ആലപ്പുഴ ചേർത്തല സ്വദേശി പാർവതി. പാർവതിയുടെ വിശേഷങ്ങളിലേക്ക്. പാർവതി, എത്ര നാളായി ഈ കൃഷി ആരംഭിച്ചിട്ട്? ഞാൻ 2019 കൃഷി തുടങ്ങുന്നത്. ഞാൻ 4ാം ക്ലാസ്സിലാണ് കൃഷി തുടങ്ങുന്നത്. എങ്ങനെയാണ് ഈ കൃഷിയിലേക്ക് കടന്നു വരാനുള്ളൊരു പ്രചോദനം, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് കടക്കാനുള്ളൊരു കാരണം എന്താണ്? ഇപ്പോൾ നമുക്ക് വിഷമുള്ള പച്ചക്കറികളാണ് കിട്ടുന്നത്. അപ്പോൾ വിഷരഹിത പച്ചക്കറികൾ കിട്ടണമെങ്കിൽ വീട്ടിൽ തന്നെ കൃഷി ചെയ്യണം. ഞാൻ അച്ഛനും ഞാനും കൂടി കൃഷി ചെയ്യാൻ തുടങ്ങി. 4ാം ക്ലാസ്സിൽ തുടങ്ങി. അങ്ങനെ ചെയ്തപ്പോൾ അതിനോട് ഇൻട്രസ്റ്റായി. അങ്ങനെ ചെയ്താണ് ഇങ്ങോട്ടായത്. അന്ന് എനിക്ക് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അത് ഇങ്ങനെ ആക്കിയതാണ്. ഈ ഔഷധ സസ്യങ്ങളാണല്ലോ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. ഏതൊക്കെ സസ്യങ്ങളാണ് അത്തരത്തിൽ കൃഷി ചെയ്യുന്നത്? ഞാൻ ഔഷധസസ്യങ്ങൾ, ദശപുഷ്പങ്ങളും ഔഷധസസ്യങ്ങളും ഉൾപ്പെടുന്ന ഒരു തോട്ടമുണ്ട് എനിക്ക്. അപ്പം നമുക്ക് ഒരുപാട് രോഗങ്ങൾക്കും ആക്രമണം, ഈ കടന്നൽ പോലത്തെ ജീവികളൊക്കെ കുത്തുമ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ തടയാനായിട്ട് ഔഷധസസ്യങ്ങളാണ് ഇംഗ്ലീഷ് മരുന്നുകളിൽ ഏറ്റവും നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് മെയിനായിട്ടും ചെയ്യുന്നത്. ഒരുപാട് രോഗങ്ങളെ തടയാനായിട്ട് വീട്ടിലുള്ള ഔഷധസസ്യങ്ങൾ തന്നെ നമുക്ക് മതി. ഈ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെയാണ് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത്. ഔഷധ സസ്യങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ കൃഷി ചെയ്യുന്നത് ഏതൊക്കെ സസ്യങ്ങളാണ്? മുറികൂടിയുണ്ട്, ചുമക്കൂർക്ക, പനിക്കൂർക്ക എല്ലാവരുടെയും വീടുകളിൽ കാണുന്നതാണ്. പിന്നെ വിഷപ്പച്ച, അരൂത, ബെറ്റാഡിൻ അങ്ങനെ ഉണ്ട്. അങ്ങനെ കുറച്ച് ഔഷധ സസ്യങ്ങളുണ്ട്. ഈ ബെറ്റാഡിൻ എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷ് മരുന്നും ആയിട്ട് ഇതാണ്. ആ ബെറ്റാഡിൻ്റെ പ്രത്യേകത എന്താണ്? ബെറ്റാഡിൻ്റെ പ്രത്യേകത സ്കിൻ ഇറിറ്റേഷനൊക്കെ വരുമ്പോൾ അതിൻ്റെ നീരൊഴിക്കാം. പിന്നെ പൊട്ടുമ്പം അതിൻ്റെ നീരൊഴിച്ചാൽ പെട്ടെന്ന് മാറും. അതാണ് ഈ ഓയിൽമെൻ്റ് ആക്കുന്നത്. ഒരു സാധനം, ആ ചെടിയാണ് ഓയിൽമെൻ്റ് ആക്കുന്നത്. അതിൻ്റെ നീരൊഴിച്ച് കഴിഞ്ഞാൽ സ്കിൻ ഇറിറ്റേഷനൊക്കെ മാറും. ഈ പല ഘട്ടങ്ങളിൽ ഈ സർക്കാരിൻ്റെ ഈ കുട്ടി കർഷക അവാർഡുകളൊക്കെ നേടുന്ന സാരം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക് എത്തിപ്പെടാനും, അല്ലെങ്കിൽ അതിൽ കിട്ടിയ പ്രചോദനമൊക്കെ എങ്ങനെയാണ്? അതിങ്ങനെ ഞങ്ങൾ അപേക്ഷ കൊടുക്കുമായിരുന്നു. അപ്പോൾ അത് അവർ വന്ന് നോക്കും. അങ്ങനെ നോക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെടുമ്പോൾ അവർ ഒരു പ്രചോദനം എന്ന രീതിയിൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ട് അവാർഡ് തരുന്നു. ഈ കൃഷി മന്ത്രിയുടെ പ്രോത്സാഹനം പല ഘട്ടങ്ങളിലും നേടുന്നതായി കണ്ടിട്ടുണ്ട്. എന്തായിരുന്നു ആ അനുഭവം ഒന്ന് പങ്കുവെക്കാം? എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സാറ് എപ്പോൾ കണ്ടാലും സാറിന് എന്നെ നന്നായിട്ട് അറിയാം. സാറിന് എന്തൊക്കെ കൃഷി ചെയ്യണമെന്ന് അറിയാം. അപ്പം ഞാൻ സാറിനോട് ഇവിടെ വരണമെന്ന് പറഞ്ഞായിരുന്നു. വരും. അപ്പോൾ സാറിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. സാറിവിടെ എനിക്ക് ഒരുപാട് അവാർഡ് സാറാണ് തന്നിട്ടുള്ളത്. ഈ ഒരുപാട് സന്തോഷമുണ്ട്. ഈ സസ്യങ്ങൾക്കപ്പുറമായിട്ട് മറ്റ് എന്തെങ്കിലും കൃഷികൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ടോ? പല വൃക്ഷങ്ങളുണ്ട്. വാഴയുണ്ട്, കപ്പ, ചേന, ചേമ്പ്, കാച്ചിൽ, പച്ചക്കറി വിളകൾ, പിന്നെ ആടുണ്ട്, മീനുണ്ട്, കോഴിയുണ്ട്. ഇപ്പോൾ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇനി 10ലേക്കാണ്. കൂടുതൽ കഠിനമായിട്ടുള്ള ഒരു SSLC എക്സാം ഉൾപ്പെടെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പം പഠനം കൂടുതൽ കൃത്യതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ട, ഗൗരവപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാലം കൂടിയാണ്. അപ്പോൾ ഈ കൃഷിയെ ഇതോടൊപ്പം തന്നെ ചേർത്ത് നിർത്തി വരും വർഷങ്ങളിലും ഇതോടൊപ്പം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യം? അതാണ് താല്പര്യം. പിന്നെ 10ലോട്ടാകുമ്പം അനിയത്തിയും ഞാനും കൂടി ചെയ്യും. അപ്പം അത് പഠിക്കാനുള്ളത് കൊണ്ട് ഞാനും അനിയത്തിയും കൂടിയാണ് ചെയ്യുക. ഇച്ചിരി കുറയും. എന്നിട്ട് വീണ്ടും ഞങ്ങൾ 10 കഴിയുമ്പോൾ വീണ്ടും കൂട്ടിക്കൊണ്ടുവരും. എന്താണ് ഭാവിയിൽ ഈ ഒരു മേഖലയിൽ എന്തെങ്കിലും തരത്തിലൊരു അംബീഷൻ, ഒരു ലക്ഷ്യം അങ്ങനെ ഉണ്ടോ? BSc എടുത്തിട്ട് അഗ്രികൾച്ചർ ഓഫീസർ ആവാൻ ആഗ്രഹമുണ്ട്. എന്തായാലും ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ പാർവതിക്ക് കഴിയട്ടെ. എല്ലാവിധ ആശംസകളും ഈ ഘട്ടത്തിൽ നേരുന്നു. പാർവതിയെപ്പോലുള്ള ഈ പുതുതലമുറയിലെ കുരുന്നുകളാണ് ഈ നാടിനാവശ്യം. വരുന്ന പുതിയ തലമുറയ്ക്ക് കൂടുതൽ പ്രചോദനവും മാതൃകയുമാവുകയാണ് പാർവതിയെപ്പോലുള്ള കുട്ടികൾ. ഈ അവധിക്കാലം വെറുതെ കളിച്ചു ചിരിച്ച് ആഘോഷപൂർണ്ണമായി അവസാനിപ്പിക്കാതെ കാര്യപ്രധാനമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, കൃഷി ഉൾപ്പെടെ ചെയ്തുകൊണ്ട് സമൂഹത്തിനകത്തന്നെ മാതൃക സൃഷ്ടിക്കുകയാണ് പാർവതി. ആലപ്പുഴയിൽ നിന്നും വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്.